ഹേയ് ഗൈസ്, എൻ്റെ പേര് നന്ദു എന്നാണ്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ +1 +2 ബയോ സയൻസാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GEC പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിൽ നിന്നാണ് ചെയ്തത്. ഓക്കെ, എനിക്ക് 10ാം ക്ലാസ്സൊക്കെ തൊട്ട് തന്നെ, അല്ല 10ാം ക്ലാസ് എന്നല്ല, ഒരു ഹൈസ്കൂൾ തൊട്ട് തന്നെ സയൻസ് സബ്ജക്റ്റുകളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞാൻ. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മുടെ പുറത്തിറങ്ങിയാലും വീടിൻ്റെ ഉള്ളിൽ ഇരുന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് പറ്റുന്നൊരു വഴിയായിട്ടാണ് എനിക്ക് സയൻസ് മനസ്സിലായിട്ടുള്ളത്. അതായത് ഒരു സയൻസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പഠിച്ച് പുസ്തകം അടച്ച് വെച്ച് പിന്നെ എക്സാമിന് പോയി എഴുതേണ്ട ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം അപ്ലിക്കേഷനുള്ള കാര്യമാണ് ഈ സയൻസ് എന്ന് എനിക്ക് പഠിക്കുന്ന സമയം തൊട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഞാൻ പഠിച്ച പോലെ, അത് ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം ഇരുന്ന് പഠിക്കുകയും അത് കഴിഞ്ഞിട്ട് കുറേ ഫോർമുല കാണാണ്ട് പഠിക്കുക, അല്ലെങ്കിൽ കുറേ മറ്റേ ഡെഫിനിഷൻസൊക്കെ കാണാണ്ട് പഠിച്ചിട്ട് അതുപോലെ തന്നെ പോയി എക്സാമിന് എഴുതി മാർക്ക് വാങ്ങുന്ന ആളായിരുന്നില്ല. ഞാൻ ഓരോ കാര്യവും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് സയൻസ് സബ്ജക്റ്റുകൾ ഒരിക്കലും പഠിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരുന്നുള്ള കാര്യമാണ്, എനിക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ കുട്ടികളെ ഞാൻ പഠിച്ച രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് സയൻസ് പഠിപ്പിക്കണം. ഓക്കെ, അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇപ്പോൾ എന്തായാലും ഒരു അധ്യയന വർഷം കഴിഞ്ഞ് പുതിയൊരു ക്ലാസ് തുടങ്ങാൻ നിൽക്കണം. ആ സമയത്ത് എന്തുകൊണ്ടൊരു യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് പോലെ ഇട്ടിട്ട് ഒരു 10 +1 +2 ഈ ക്ലാസ്സുകളുടെ സയൻസ് സബ്ജക്റ്റുകൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓരോ യൂണിറ്റ് 1, 2, 3 ക്ലാസ്സിൽ വെച്ച് എടുക്കുന്ന രീതിയിൽ ഓരോ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ ക്വസ്റ്റ്യൻസും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ട് ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡി ക്ലാസ്, അല്ലാതെ നിങ്ങളൊരു ജസ്റ്റ് ഒരു സാധനം പഠിച്ച എക്സാമിന് കുറച്ച് മാർക്ക് വാങ്ങിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സല്ല. ആ സബ്ജക്റ്റ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ, നിങ്ങളെ ആ സബ്ജക്റ്റിൽ ശരിക്കും ഇൻട്രസ്റ്റഡ് ആക്കുന്ന ക്ലാസ്സുകൾ എന്തുകൊണ്ട് എടുത്തുകൂടാന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇനി ഈ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 +1 +2 ക്ലാസ്സുകളുടെ സയൻസ് സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ +1 +2 10th ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ സബ്ജക്റ്റുകളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അതായത് നമുക്ക് ഒബ്വിയസ്ലി +1 +2 ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പക്ഷേ 10 2 മീഡിയം ഉണ്ട്, നമുക്കറിയാം. മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അതിലെനിക്ക് മലയാളം കൂടി എടുക്കാനുള്ള ടൈം എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളായിരിക്കും എടുക്കുന്നത്. അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. ഞാൻ 10ാം ക്ലാസ് മലയാളം മീഡിയം പഠിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മലയാളം എടുക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് കാരണം ഞാൻ ഓൾറെഡി +1 +2 10th ഇതിൻ്റെ എല്ലാം ഈ സബ്ജക്റ്റുകൾ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ എടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 10ൻ്റെയും ഇതും കൂടി ഈ 4 സബ്ജക്റ്റും കൂടി എടുക്കേണ്ട വന്നാൽ കുറേ ടൈം എൻ്റെ പോകും. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മാത്രമേ എടുക്കേണ്ടാവുള്ളൂ. 10 +1 +2 ഈ ക്ലാസ്സുകളിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതിൻ്റെയൊക്കെ സ്റ്റേറ്റ് സിലബസാണ് ഞാൻ എടുക്കണം. 10 +1 +2 ക്ലാസ്സുകളിലെ സ്റ്റേറ്റ് സിലബസ് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത്. ഓക്കെ, കേരള സ്റ്റേറ്റ് സിലബസാണ് ഞാൻ പഠിപ്പിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് അതിലുള്ള കുറേ ഡെഫിനിഷൻ പഠിപ്പിച്ച് വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ വെറുതെ വിടുക എന്നുള്ളതല്ല. ആ സബ്ജക്റ്റിൽ നിങ്ങളെ ഇൻട്രസ്റ്റഡ് ആക്കുക. അതിന് വേണ്ടിയിട്ട് കുറേ റിയൽ വേൾഡിലുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ കൊല്ലം നിങ്ങൾക്ക് ഞാൻ പറയാം നല്ല മാർക്ക് എക്സാമിന് എന്തായാലും വാങ്ങാൻ പറ്റുന്നുള്ള ഉറപ്പാണ്. പക്ഷേ അതിലുപരി നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളോടൊരു ഇഷ്ടം വരികയും നിങ്ങളിനി ഭാവിയിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രൊഫഷനിലേക്ക് പോവുകയാണെങ്കിലും, നമുക്കറിയാം +1 +2 കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എഞ്ചിനീയറിംഗ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഏത് ഫീൽഡായാലും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിൻ്റെയൊക്കെ തന്നെ BSc കോഴ്സസ്, അതിൻ്റെയൊക്കെ റിസർച്ച് ആ മേഖലയ്ക്ക് പോകുകയാണെങ്കിലും, ബാക്കി അതൊന്നല്ല, അത് വലിയൊരു മേഖല എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിലേത് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ബേസ് സ്ട്രോങ് ആക്കാനായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകരിക്കും.
അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് +1 +2 ഇതിലേതെങ്കിലും ഉള്ള ഒരാൾ ആണെങ്കിൽ, സയൻസ് സ്ട്രീമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടാൻ പോകുന്ന ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം.